വിഴിഞ്ഞം കേസ് വിധി പറയാനായി ദേശീയ ഹരിത ട്രൈബ്യൂണൽ മാറ്റിവെച്ചു. ഹർജിയിൽ നിലവിലെ ബെഞ്ച് തന്നെ വിധി പറയുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, സുരരാജ്, വിഴിഞ്ഞം തുറമുഖത്തിന് പരിസ്ഥിതി അനുമതി നൽകിയതിനെതിരായ ഹർജിയിൽ നേരത്തെ തന്നെ വാദം പൂർത്തിയായിരുന്നു. എന്നാൽ വിധി പറയുന്നതിന് മുൻപായി ഈ അഞ്ചംഗ ബെഞ്ചിലുണ്ടായിരുന്ന ഒരംഗം, സാങ്കേതിക വിദഗ്ധനായ ഒരംഗം വിരമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ അംഗങ്ങളും ഇല്ലാതെ കേസിൽ വിധി പറയുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേസിലെ കക്ഷികളോട് അഭിപ്രായം ആരാഞ്ഞത്. സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനോടും അദാനി ഗ്രൂപ്പിനോടും അഭിപ്രായം ആരാഞ്ഞു. നിലവിലുള്ള 4 അംഗ ബെഞ്ച് വിധി പറയുന്നതിന് സമ്മതമാണെങ്കിൽ അത് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അല്ല മറിച്ചാണെങ്കിൽ ഒരംഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കേസിൽ വാദം കേൾക്കാൻ തയ്യാറാണെന്നും ഹരിത ട്രൈബ്യൂണൽ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഈ കക്ഷികളെല്ലാം തന്നെയും ഈ ബെഞ്ച് തന്നെ, നിലവിലുള്ള ബെഞ്ച് തന്നെ വിധി പറയുന്നതിൽ എതിർപ്പില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് വിധി പറയുന്നതിനായി ഹർജി മാറ്റിവെച്ചത്. സുരേഷ്, ശരി, എം സന്തോഷാണ് വിവരങ്ങൾ.